പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ക്രിസ്തു തന്റെ ഐഹിക കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചന കഴിക്കുകയും ഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച്. അവ യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അപ്പോസ്തലനായ പൗലോസ് വരച്ചു കാട്ടിയിരിക്കുകയാണ്. കർത്താവിന്റെ ഐഹിക കാലത്ത്, അതായത് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത്, കർത്താവ് ജഡത്തിൽ ജീവിച്ച സമയത്ത്, ഹല്ലേലൂയ, മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് കർത്താവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതിലിവിടെ ക്രിസ്തുവിന്റെ, യേശുവിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ്. ജഡത്തിന്റെ നാളുകളിലല്ലയോ തന്നെ മരണത്തിൽ നിന്ന് വിടുക, അതായത് കർത്താവിന്റെ ക്രൂശീകരണമാണ് യേശുവിനെ ഈ ഭൂമിയിലേക്ക് വന്നത്. അവന്റെ സകല ജനത്തെയും വീണ്ടെടുക്കുവാനാണ്, മരിക്കാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ഹല്ലേലൂയ, അതിന്റെ സമയം അടുത്തപ്പോൾ ഹല്ലേലൂയ, കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിലിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കാണും, അവൻ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക, അതായത് ക്രൂശീകരണത്തിൽ നിന്ന് തന്നെ വിടുവിക്കാൻ, ഈ ക്രൂശ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ തന്നെ വിടുവിക്കുവാൻ കഴിയുന്നവനോട്, അല്ലെങ്കിൽ കർത്താവിന്റെ ആഗ്രഹം എന്നല്ലേ ദൈവം പറയുന്നുണ്ട്, പിതാവെ കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പാനപാത്രം എങ്കിൽ നീക്കണം. എന്നിട്ട് പറയാൻ, അല്ല, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതം നിറവേറ്റണം. അപ്പം ഈ ക്രൂശീകരണം എന്നുള്ളത് കഠിനമായ വേദനയുടെ, ഒരു മനുഷ്യന് കയറാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ കഠിനമായ വലിയ പച്ച മനുഷ്യനായിരിക്കുന്ന ആ കർത്താവിനെ ഹല്ലേലൂയ ക്രൂശിൽ ആണികളാൽ അടിക്കപ്പെടുന്നത് എല്ലാം യേശുവിന് അറിയാം, അല്ലേ? അത്രമാത്രം ഈ വേദനയുടെ കടന്നു പോകണം, എത്ര ദിവസം ഇതിൽ കിടക്കണം എന്നൊക്കെയും യേശുവിനെ അറിയാം. ഹല്ലേലൂയ, ആ വലിയ വേദന നിമിത്തം ഇവിടെ പിതാവിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്. തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ളവനോട് രക്ഷിക്കുവാൻ, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ളവനോട് ശക്തമായി നിലവിളിയോടും കണ്ണുനീരോടും കൂടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ തൻ്റെ വേദനയുടെ ആഴം ദൈവത്തിന് അറിയാം. അപ്പോൾ ഇത് കർത്താവ്, ഇതിലൂടെ ഞാൻ കടന്നു പോകണം, ഇതിൻ്റെ വേദന വലുതാണ്, ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ അങ്ങേക്ക് കഴിയുക. അതുകൊണ്ട് ആ വേദന, ജഡത്തിലുള്ള വേദന നിമിത്തം കർത്താവ് എന്ത് ചെയ്യുകയാണ്, ഈ പിതാവിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. ഹാലേലൂയ ഇവിടെ കാണുവാൻ കഴിയുന്നു. ഹാലേലൂയ, നമുക്ക് കർത്താവ് ഇവിടെ പ്രാർത്ഥിച്ചതാണ് കാണുന്നത്. ഭൂമിയിലുള്ള കാലത്ത് കർത്താവിൻ്റെ പ്രാർത്ഥന പിതാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് പ്രാർത്ഥിച്ചത്. തീഷ്ണതയുള്ളവനായ കർത്താവ് പ്രാർത്ഥിക്കാൻ ഒരു സമയം നമുക്ക് കാണാനില്ല. എപ്പോഴും എന്ത് ചെയ്യുക, കർത്താവ് പ്രാർത്ഥിച്ചു. ഒന്നീ ശിഷ്യന്മാരെ കർത്താവ് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, കർത്താവിനോടുള്ള പിതാവിനോടുള്ള ബഹുമാനവും ആദരവും നിമിത്തം കർത്താവ് പ്രാർത്ഥിച്ചത്, അല്ലേ? ഈ ഭൂമിയിലേക്ക് ദൈവം തന്നെ അയച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിവർത്തീകരിക്കാൻ മനസ്സിലാക്കിയിട്ട് ആ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവ് എന്ത് ചെയ്യും, അതും പ്രകാരമാണ് ഈ ഭൂമിയിൽ ചെയ്തത്. ദൈവം യേശുവിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശീകരണം അനുവദിച്ചില്ലെന്നല്ല പറഞ്ഞത്, ക്രൂശീകരണം ദൈവം അനുവദിച്ചു, ക്രൂശീകരണം അനുവദിച്ചു. എന്നാൽ എന്ത് ചെയ്യുക, ഒരു ജയം, അല്ലെങ്കിൽ ഉയർപ്പ് ദൈവം നൽകി കൊടുത്തു. ഹല്ലേലൂയ, നമുക്കിവിടെ വായിക്കുവാൻ യേശുവിൻ്റെ മനുഷ്യത്വത്തെയും പിതാവിൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്തെയുമാണ് നമുക്കിവിടെ ദൈവപുത്രനായിരുന്നിട്ട് എന്ത് ചെയ്യുക, യേശു എപ്പോഴും പ്രാർത്ഥിക്കുകയും പിതാവിൻ്റെ ഇഷ്ടം ഹല്ലേലൂയ അന്വേഷിക്കുകയും ചെയ്തു. തൻ്റെ താഴ്മയും അനുസരണം ഇവിടെ പ്രകടമാക്കുവാൻ ഇടയായിത്തണം. യേശു ദൈവമാണ്, അല്ലേ? എന്നാൽ എന്ത് ചെയ്യുക, ആ ദൈവത്തെ നമുക്കറിയാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ, തൻ്റെ അധികാരങ്ങൾ, തൻ്റെ സകല അധികാരങ്ങളും പിതാവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് മനുഷ്യനായി ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ വായിക്കുവാൻ കഴിയും. കർത്താവ് ഇവിടെ കാണിച്ചത് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെയാണ്. നോക്കുക, നമ്മെ യേശു മക്കളായെങ്കിൽ പിതാവിൻ്റെ പുത്രൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ നാം നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ
പറയുന്നു, ശക്തമായ കരച്ചിലോടെ തൻ്റെ നുറുക്കത്തോടെയാണ്, കണ്ണുനീരോടാണ് പ്രാർത്ഥിച്ചത്, ബഹുമാനത്തോടാണ് ആമേ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ 7-ാം വാക്യം പറയാണ്, തന്നെ വിടിവിക്കുവാൻ കഴിയുന്നവനോട് പ്രാർത്ഥിക്കണം. വിടിവിക്കാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമേ വിടിവിക്കാൻ കഴിയത്തുള്ളൂ. മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് പിതാവിനും മാത്രമാണ്. അവിടെ നിന്ന് യേശു പ്രാർത്ഥിക്കുകയാണ്, തന്നെ വിടുവിക്കാൻ കഴിയുന്നവനോടാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. നമ്മളെ വിടുവിക്കാൻ കഴിയുന്നവനോട് നിലവിളിയോട് പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ താഴെ വായിക്കുന്ന ഒരു കാരണം കൊണ്ട്, പുത്രന് എങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും എന്ത് ചെയ്ത് നിത്യരക്ഷയ്ക്ക് കാരണപൂർണ്ണമായി തീർന്നു. സ്തോത്രം. പിതാവിന്റെ ഇഷ്ടം അനുസരിച്ചല്ലേ, കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു എന്ന് പറയുന്നു. തികഞ്ഞവനായി. ഹല്ലേലൂയ. കഷ്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അനുസരണ ഉണ്ടാവും അല്ലേ. കഷ്ടം വരുമ്പോൾ ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ എന്ത് ഏൽപ്പിച്ചു കൊടുക്കുവാനേ. അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷ കാരണമായി തീർന്നു. അവസാനം കഷ്ടങ്ങളിലൂടെ കടന്നു പോയെങ്കിലും യേശുവിന്റെ നാമത്തിലാണ് നമുക്ക് നിത്യരക്ഷയുള്ളത്, നിത്യവിടുതലുള്ളത് യേശുവിന്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ദൈവം എന്തോ ഏൽപ്പിച്ചു കൊടുത്തു, തനിക്ക് കഷ്ടം അനുഭവിക്കുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ജഡത്തിന്റെ ഇഷ്ടം നോക്കിയില്ല, പിതാവിന്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി കർത്താവ് കഷ്ടം അനുഭവിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഈ കഷ്ടങ്ങളാൽ താൻ തികഞ്ഞവനായി, അനുസരണത്തിൽ തികഞ്ഞവനായി. ഹല്ലേലൂയ. അവസാനം എന്ത് ചെയ്യും? നിത്യരക്ഷയ്ക്ക്, യേശുവിലുള്ള നിത്യരക്ഷയ്ക്ക് കാരണമായി തീർന്നു. അനുസരണം ഉള്ളവനായി, അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി. ഒരു കഷ്ടം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഉയർച്ചയുണ്ട്. ഒരു വേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തു സഹിച്ച കഷ്ടം അതെന്ത് ചെയ്യും? വെറുതെ ആയില്ല. ഹല്ലേലൂയ. 3-ാം ദിവസം ഉയർത്തു. ഹല്ലേലൂയ. നമുക്ക് നിത്യരക്ഷയ്ക്ക് അത് കാരണമായിട്ടുണ്ട്. പ്രിയരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ദൈവമാണ്. എന്നാലും എന്ത് ചെയ്തു? പിതാവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു. നാം എന്ത് ചെയ്യുക? നമുക്കൊരു പിതാവുണ്ട്, ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കണം. എങ്ങനെയും പ്രാർത്ഥിച്ചാൽ പോരാ. കുറച്ച് നിലവിളിയോടും പൂർണ്ണമായി നമ്മെ സമർപ്പിച്ച് തന്നെത്താൻ താഴ്ത്തി നമ്മുടെ ബലഹീനങ്ങൾ കുറവുകൾ ഏറ്റുപറഞ്ഞ കർത്താവിനോട് അടുത്ത് ചെല്ലുമെങ്കിൽ ദൈവം എന്ത് ചെയ്യും? നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. യേശുവിനോടുള്ള ഭയം നിമിത്തം നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എങ്ങനെയും പ്രാർത്ഥിച്ചാൽ പോരാ. ഹല്ലേലൂയ. കർത്താവ് വെച്ച നിബന്ധന പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങൾ എന്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ യേശുവിനോട് മറുപടി നൽകുകയും പിതാവ് എന്ത് ചെയ്തു? പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകും. നമ്മുടെ കർത്താവ് സകലതും അറിയുന്ന ദൈവമാണ്. നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ സാഹചര്യങ്ങളും അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അനുഭവിക്കുവാനിടയാകും. അതുകൊണ്ട് ഈ വചനം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.